ഒരിക്കലൊരു കർഷകൻ അദ്ദേഹത്തിൻ്റെ വയലിൽ കൃഷി ആരംഭിച്ചു. ഒട്ടും വൈകാതെ തന്നെ ഒരു കുരുവി അവിടെ വന്ന് കൂട് വെക്കുകയുണ്ടായി. അധിക നാൾ കഴിഞ്ഞില്ല, ആ കുരുവി അവിടെ മുട്ടയിട്ട് അടയിരിക്കുവാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞില്ല, ആ മുട്ട വിരിഞ്ഞ് കുറച്ച് കുഞ്ഞു കുരുവികൾ പുറത്തു വന്നു. അങ്ങനെ ആ അമ്മക്കുരുവിയും കുഞ്ഞു കുരുവികളും അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അമ്മക്കുരുവി എന്നും കാട്ടിൽ പോയി കുഞ്ഞു കുരുവികൾക്ക് തീറ്റ തേടി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മക്കുരുവി തീറ്റ തേടി കൂട്ടിൽ തിരികെ എത്തിയപ്പോൾ കണ്ടത് തൻ്റെ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അമ്മക്കിളി ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അമ്മേ, ആ കർഷകൻ ഇന്ന് ഇവിടെ വന്നിരുന്നു. വിളവെടുപ്പിനെക്കുറിച്ചാണ് സംസാരിച്ചത് കേട്ടോ. നാളെ അയാളുടെ മകനെ വിളവെടുക്കാൻ അയക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുഞ്ഞു കുരുവികൾ ചോദിച്ചു, അമ്മേ, ഇവിടെയെല്ലാം കൊയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പറക്കാൻ പോലും സാധിക്കില്ല. കുഞ്ഞുങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ട് അമ്മക്കുരുവി പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ആരും നാളെ വിളവെടുക്കാൻ വരാൻ പോണില്ല. നിങ്ങൾ ഭയപ്പെടാതെ ഇരിക്കൂ. അടുത്ത ദിവസം എന്താണോ അമ്മക്കിളി കുട്ടികളോട് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു. ഒരാൾ പോലും കൃഷി വിളവെടുക്കാൻ അവിടെ വന്നില്ല. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം അങ്ങനെ നന്നായിട്ട് പോയി. കുഞ്ഞു കുരുവികളെല്ലാം വളരെ സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം വീണ്ടും അമ്മക്കിളി തീറ്റ തേടി പുറത്തു പോയിട്ട് വരുമ്പോൾ തൻ്റെ കുട്ടികൾ വീണ്ടും ഭയപ്പെട്ട് ഇരിക്കുന്നത് കണ്ട് ഷോക്കായി അമ്മക്കിളി ചോദിച്ചു, മക്കളെ, നിങ്ങൾ എന്തിനാ വീണ്ടും ഭയപ്പെടുന്നത്? അവർ പറഞ്ഞു, അമ്മേ, ആ കർഷകൻ ഇന്ന് വീണ്ടും വന്നിരുന്നു. അയാൾ പറഞ്ഞത് ഉടൻ കൊയ്ത്ത് നടക്കുമെന്നാണ്. നാളെ അയാളുടെ പണിക്കാരെ ഇങ്ങോട്ട് അയക്കുമെന്നാണ് പറഞ്ഞത്. കുഞ്ഞിക്കിളികളെ നോക്കിയിട്ട് ആ അമ്മക്കിളി വീണ്ടും പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എൻ്റെ കുഞ്ഞുങ്ങളെ. നാളെ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. അടുത്ത ദിവസം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഒരു മനുഷ്യ കുഞ്ഞു പോലും അങ്ങോട്ട് വന്നില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വീണ്ടും അമ്മക്കിളി തീറ്റ തേടി ഒരു ദിവസം തിരികെ എത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും അമ്മക്കിളിയോട് പറഞ്ഞു, അമ്മ, ആ കർഷകൻ വീണ്ടും വന്നു. എന്നിട്ട് പണ്ടത്തെ പോലെ കൊയ്ത്തിന് വരുമെന്നൊക്കെയാ പറയുന്നത് കേട്ടത്. അയാൾ പറഞ്ഞത് എല്ലാവരെയും ആശ്രയിച്ചു മടുത്തു. ഇനി ആരെയും വിളിക്കുന്നില്ല. അയാൾ തന്നെ വന്ന് കൊയ്ത്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തവണ കുഞ്ഞിക്കിളികൾ ഇത് പറഞ്ഞത് കേട്ടതും അമ്മക്കിളി ആകെ അസ്വസ്ഥയായി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നമ്മൾ എത്രയും വേഗം ഈ സ്ഥലത്ത് നിന്നും പോകണം. വേറെ എവിടെയെങ്കിലും വീണ്ടും നമുക്കൊരു കൂട് ഉണ്ടാക്കണം. ആ കർഷകൻ തീർച്ചയായിട്ടും നാളെ ഇവിടെ കൊയ്ത്തിന് വരും. അപ്പോൾ കുഞ്ഞുകുരുവികൾ ഉടനെ ചോദിച്ചു, അമ്മേ, ഇത് തന്നെയല്ലേ അയാൾ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഒരാൾ പോലും ഇവിടെ വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അമ്മ ഇത്തവണ ആ കർഷകൻ തീർച്ചയായിട്ടും വരുമെന്ന് പറയാനുള്ള കാരണം? അപ്പോൾ ആ അമ്മക്കിളി കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആദ്യം ആ കർഷകൻ തൻ്റെ മകനെ ആശ്രയിച്ചു അയാളുടെ നിലം കൊയ്യാനായിട്ട്. രണ്ടാമത്തെ തവണ അയാൾ അയാളുടെ പണിക്കാരെ നിലം കൊയ്യാൻ ഏൽപ്പിച്ചു. എപ്പോഴാണോ നമ്മൾ നമ്മുടെ കാര്യത്തിനായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, ആ കാര്യം നടക്കാനുള്ള സാധ്യത വളരെ തീരെ കുറവാണ്. പക്ഷേ ഇത്തവണ അയാൾ സ്വയം അയാളുടെ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും 100% നാളെ ഇവിടെ വരികയും കൊയ്ത്ത് നടത്തുകയും ചെയ്യും. ആ സമയം കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കാൻ പാകത്തിനൊക്കെ വളർന്നിരുന്നു. അങ്ങനെ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും അവിടെ നിന്നും പറന്നകന്നു. അവർ മറ്റൊരു സുരക്ഷിതമായ ഇടത്ത് അവരുടെ കൂട് ഉണ്ടാക്കുകയും ചെയ്തു. അമ്മക്കിളി പറഞ്ഞതുപോലെ തന്നെ കർഷകൻ അടുത്ത ദിവസം വരികയും കൊയ്ത്ത് നടത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും അമ്മക്കിളിയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായ ഇടത്ത് കൂടണയുകയും സന്തോഷത്തോടെ അവരുടെ ജീവിതം തുടങ്ങുകയും ചെയ്തിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയും. ആരൊക്കെ അവരുടെ കാര്യം അല്ലെങ്കിൽ ജോലി തീർക്കാനായിട്ട് മറ്റുള്ളവരെ വിശ്വസിച്ച് ആശ്രയിച്ചാൽ തീർച്ചയായും ആ ജോലി തീരാൻ പൂർണ്ണമായിട്ടും താമസമെടുക്കും. അതായത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജോലി തീരാനായി അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തികച്ചും നമ്മുടെ മടിയെ അല്ലെങ്കിൽ അലസതയെയാണ് കാണിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റുള്ളവരുടെ സഹായം തേടരുത് എന്നല്ല. മറ്റുള്ളവരുടെ സഹായം തേടുന്നത് തെറ്റായ ഒരു കാര്യവുമല്ല. മറിച്ച് നമ്മുടെ ജോലി കൃത്യസമയത്ത് തീരണമെങ്കിൽ നമ്മളായിട്ട് തന്നെ മുന്നിട്ടിറങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത്. പറയാനുള്ള കാരണം എന്തെന്നാൽ നമ്മൾ നമ്മുടെ ജോലി തീർക്കാൻ മുന്നിട്ട് ഇറങ്ങി അതിലൊരു ഭാഗമാകുന്നതോടെ മറ്റുള്ളവർക്ക് നമ്മളിലൊരു ബഹുമാനം ഉണ്ടാക്കുന്നതിന് കാരണമാകും. അപ്പോൾ നിങ്ങളുടെ ജോലി തീർക്കുന്നതിന് നിങ്ങളുടെ കൂടെ ജോലിയിൽ ഭാഗമാകുന്നവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. അൾട്ടിമേറ്റ്ലി
അതായത് ആത്യന്തികമായി ഒരു കാര്യം കൂടി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്നതിന് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കരുത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കരുത്. പകരം നിങ്ങൾ തന്നെ സ്വയം മുന്നിട്ടിറങ്ങണം, പരിശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.